ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും. അറസ്റ്റിലായ ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതിയുടെ നിജസ്ഥിതി ഇന്ന് മെഡിക്കൽ കോളേജ് വിദഗ്ധർ പരിശോധിച്ച് കോടതിയെ അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരടക്കം പ്രധാന പ്രതികളെല്ലാം അറസ്റ്റിലായതോടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്കാണ്. ദ്വാരപാലക പാളയിലെ കൊള്ളയ്ക്കൊപ്പം പഴയ കൊടിമരത്തിലെ വാജിവാഹനത്തിന് എന്താണ് സംഭവിച്ചതെന്ന അന്വേഷണവും SIT ഊർജിതമാക്കിയിട്ടുണ്ട്. 2019 തുടങ്ങിയ സ്വർണ്ണക്കൊള്ള ആവർത്തിക്കാൻ നടത്തിയ നീക്കമാണോ 2025 ദ്വാരപാലക പാളയിലെ സ്വർണ്ണം പൂച്ചലെന്ന അന്വേഷണം ശക്തമാക്കി. ഒരു തവണ മൊഴിയെടുത്ത മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ 40 വർഷത്തെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ മങ്ങലുണ്ടായപ്പോൾ സ്വർണം പൂശാൻ തീരുമാനിച്ചെന്നാണ് PS പ്രശാന്ത് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുമായി വേറെ ബന്ധമൊന്നുമില്ലെന്നും പ്രശാന്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഇനി SITക്ക് മുന്നിൽ പോകേണ്ടി വരില്ലെന്നും PS പ്രശാന്ത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 2017 പുനഃപ്രതിഷ്ഠ നടത്തിയ ശബരിമലയിലെ കൊടിമരത്തിന് മുകളിലെ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയ വിഷയത്തിൽ PS പ്രശാന്തിൽ നിന്ന് SITക്ക് വിവരങ്ങൾ ആരായാനുണ്ട്. അന്ന് PS പ്രശാന്ത് അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്നാൽ വാജിവാഹനം കൈവശം വച്ചിരിക്കുന്ന വിഷയം ചർച്ചയായപ്പോൾ അതിന് തന്ത്രിക്ക് അവകാശമുണ്ടെന്ന് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് PS പ്രശാന്ത് ന്യായീകരിച്ചിരുന്നു. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നലെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതിയുടെ വസ്തുത കോടതി പരിശോധിക്കുകയാണ്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന KP ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ പരിശോധിച്ച് കേസ് പരിഗണിക്കുന്ന ജഡ്ജിക്ക് റിപ്പോർട്ട് നൽകും. അതിനുശേഷമാകും KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുക. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക പാളി കേസിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഉടനുണ്ടാകും. പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതി SITക്ക് അനുമതി നൽകിയിരുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.